അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളെ ഈ ജീവിതം ഉണ്ടല്ലോ വളരെ ഷോർട്ട് പീരീഡ്. ഈ ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നത് അള്ളാഹു അള്ളാ എന്നുള്ള രണ്ട് ശബ്ദങ്ങൾക്ക് നടുവിലാണ്. എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കേൾക്കുന്നത് എന്താ? അള്ളാഹു അക്ബർ അല്ലേ? ആദ്യത്തെ വാക്ക് അള്ളാഹു എന്നുള്ളതാണ്. അവസാനം മരിക്കുന്ന സമയത്തോ ലാസ്റ്റ് പറയുന്നതും കേൾക്കുന്നതുമായ ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാ. ആ വാക്കിൻ്റെ ഏറ്റവും ഒടുവിൽ അവസാനമായി കാതുകളിലേക്ക് മുദ്രവെക്കപ്പെടുന്നത് അള്ളാഹ് എന്നുള്ള ഒരു ശബ്ദം കൊണ്ടാണ്. നാവ് അവസാനമായി മൊഴിയേണ്ടതും അള്ളാഹ് എന്നുള്ള ആ ശബ്ദം തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ അവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പ്രമാണം. എന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള കാലഘട്ടം എന്തായിരിക്കണം? അള്ളാഹു കൊണ്ട് തുടങ്ങി അള്ളാഹ് എന്നുള്ള ആ ശബ്ദത്തിൽ അവസാനിക്കുന്നതിൻ്റെ ഇടയിലുള്ള ജീവിതം എന്തായിരിക്കണം, എന്തിനു വേണ്ടിയായിരിക്കണം എന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് 5 വക്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സുന്നത്തുകളിലും ഒക്കെ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവെ, എൻ്റെ ജീവിതവും മരണവും ഈ ജീവിതത്തിലുള്ള എല്ലാ പ്രവൃത്തികളും ഒക്കെ നിനക്ക് വേണ്ടിയുള്ളതാണ് റബ്ബെ എന്ന് നമ്മൾ പറയുന്നു അല്ലേ? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടിയിട്ടാണെല്ലാം. എന്നാൽ നമ്മളിവിടെ ജോലി ചെയ്യുന്നു, അള്ളാഹുവിന് വേണ്ടിയിട്ടാണോ നമ്മൾ ജോലി ചെയ്യുന്നത്? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണോ? അള്ളാഹുവിന് വേണ്ടിയാകുമ്പോൾ അള്ളാഹു എന്താണോ കൽപ്പിച്ചിട്ടുള്ളത്, അള്ളാഹു എന്താണോ ഇഷ്ടപ്പെടുന്നത്, ആ ഒരു രൂപത്തിലും ആ ഒരു മാതൃകയിലുമായി വളരാനും വളർത്തിയെടുക്കാനും നമുക്ക് കഴിയണം. അതേപോലെ നമ്മൾ വീട് വെക്കുന്നതും വാഹനം വാങ്ങിക്കുന്നതും എല്ലാ കാര്യവും അള്ളാഹുവിന് വേണ്ടി തന്നെയാവണം. അത് പരിപൂർണ അർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടിയാവണം. നമ്മൾ മറ്റെന്തോ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിലൂടെ അള്ളാഹുവും എന്നുള്ള ആ ഒരു രീതിയൊക്കെ മാറിയിട്ട് എല്ലാ അർത്ഥത്തിലും അള്ളാഹു മാത്രം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക്, അതാണല്ലോ നമ്മളെ ജീവിതവും മരണവും എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. എന്താ? അള്ളാഹു മാത്രം. നമ്മളെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത് എന്തിനാ? അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചിട്ടുള്ളതാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഞാൻ പഠിച്ചിട്ട് തന്നെ ഇല്ല. എന്തിനു വേണ്ടിയിട്ടല്ലാതെ? ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ, അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടല്ലാതെ. അപ്പോൾ അള്ളാഹുവിനെ അറിയുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ കൂടുതൽ വേറെ ഒരു ലക്ഷ്യവും ഇല്ല. എന്നാൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ആരോടാണ് ഉള്ളത്? ഏറ്റവും വലിയ കരാർ നമ്മൾ അള്ളാഹുവിനോടാണ് ചെയ്തത്. ആദ്യത്തെ കരാർ അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോട് ചെയ്ത കരാർ എന്താണ്? അള്ളാഹു ആലമുൽ അർവാഹിൽ വെച്ചിട്ട് ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുതുകിൽ നിന്ന് നമ്മളെല്ലാവരുടെയും അർവാഹുകളെ പുറത്തെടുത്തു. എന്നിട്ട് ആ റൂഹുകളോടൊക്കെ അള്ളാഹു ചെയ്ത കരാറുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഇത് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം വദുരിയ്യതഹും വഅശ്ഹദുഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹിദ്നാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിൻ്റെ മുതുകിൽ നിന്നും എല്ലാ അർവാഹുകളെയും പുറത്തെടുത്തിട്ട് ആ റൂഹുകളോടൊക്കെ അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ റബ്ബായിട്ട് ഞാൻ പോരെയോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞതാണ് അവിടെ വെച്ചെന്ത്? അതെ, ഖാലു ബല, അതെ അള്ളാഹു നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് നമ്മൾ സമ്മതിച്ചു. മാത്രമല്ല ബല ഷഹിദ്ന, നമ്മളവിടെ സാക്ഷ്യം വഹിച്ചു അല്ലേ? നമ്മൾ ജനിച്ചു കഴിഞ്ഞപ്പോഴോ ഇതെല്ലാം അള്ളാഹു മറപ്പിച്ച് കളഞ്ഞു. അപ്പം അള്ളാഹു മറപ്പിച്ച് കളഞ്ഞ ഒരു കാര്യത്തിനെ തൊട്ട് അള്ളാഹു ശിക്ഷിക്കുമോ? അല്ലേ? അതൊരു കാര്യപ്പെട്ട ഒരു സംശയമാണല്ലോ. തീർച്ചയായും അള്ളാഹു നമ്മൾ മറന്ന ഒരു കാര്യത്തിൻ്റെ പേരിൽ അള്ളാഹു നമ്മൾ ശിക്ഷിക്കൂല, അതിനെന്ത് കാര്യമാണെങ്കിലും. പക്ഷെ നമുക്ക് അള്ളാഹു ആയുസ് തന്നു, നമുക്ക് എല്ലാവിധ ദൃഷ്ടാന്തങ്ങളും അള്ളാഹു കാണിച്ചു തന്നു, അള്ളാഹുവിനെ അറിയാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ചെയ്തു തന്നു, അതിനുള്ള ആളുകളെ അള്ളാഹു നിയോഗിച്ചു, എല്ലാം ചെയ്തു, എല്ലാം അറിഞ്ഞു. എന്നിട്ടും നമ്മൾ അതിലേക്ക് ചിന്തിക്കാതെ നമ്മുടെ ചിന്ത മുഴുവനും മറ്റ് ലൗകിക കാര്യങ്ങളിലാണ്, ദുന്യവിയായിട്ടുള്ള കാര്യങ്ങളിലാണ് വ്യാപരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉത്തരവാദി ആരാണ്? അള്ളാഹു മറപ്പിച്ചതാണോ പ്രശ്നം? അള്ളാഹു നമുക്ക് ആലമുൽ അർവാഹിൽ വെച്ച് നടന്ന സംഭവങ്ങളെ മുഴുവനും മറപ്പിച്ചു. എന്നിട്ടങ്ങനെ മറന്ന ഒരു കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി വേറെയും കുറേ കാര്യങ്ങൾ മറപ്പിച്ചു അല്ലേ? നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന കാലം നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, അള്ളാഹു മറപ്പിച്ച് കളഞ്ഞു. നമ്മൾ മുലപ്പാൽ കുടിച്ചിരുന്ന കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല, നമ്മൾ മറന്നു. അള്ളാഹു മറപ്പിച്ച് കളഞ്ഞു. എന്തിനാണ് മറപ്പിച്ചത്? ഈ ഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ വളർന്നു വന്നിട്ടുണ്ട്, പക്ഷെ ആ ഘട്ടങ്ങളൊന്നും നമുക്ക് ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഓർമ്മയില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാതാവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പും ഒരു കാലഘട്ടം ഉണ്ടാവുമല്ലോ. ആ കാലഘട്ടത്തിൽ ഞാൻ എന്തായിരുന്നു? ഞാൻ എവിടെയായിരുന്നു? അവിടെ എന്തെല്ലാം സംഭവിച്ചു?
ഇങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നു പോകണം. ഈ കടന്നു പോയിക്കൊണ്ട് അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കാൻ നമുക്ക് പറ്റണം. അതില്ലാത്ത കാലത്തോളം നിങ്ങൾ നോക്ക്, നമ്മൾ എത്ര പൈസ സമ്പാദിച്ചാലും, എത്ര നല്ല ജോലി കിട്ടിയാലും, എത്ര നല്ല വീടും, എത്ര നല്ല പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയാലും മനസ്സിനകത്ത് എന്തോ ഒരു പ്രശ്നം പിന്നെയും ബാക്കി കിടക്കുന്നില്ലേ? നമ്മളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ചിന്തിച്ചാൽ നമുക്ക് എത്ര കിട്ടിയാലും എന്തെല്ലാം ചെയ്താലും ഒരു പരിപൂർണമായ തൃപ്തി ഇല്ലാതെ വിങ്ങുന്ന ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. കാരണം പരിപൂർണമായ തൃപ്തി നമുക്കൊന്നിലും ലഭിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ആത്മാവ് അള്ളാഹുവിൽ നിന്ന് വന്നതാണ്. അതിൻ്റെ താല്പര്യം അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത്. ഇപ്പോൾ കടലിൽ കിടക്കുന്ന ഒരു മീൻ, ആ മീനിനെ പിടിച്ചുകൊണ്ട് കരയിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുമ്പിൽ അൽഫാമും കുഴിമന്തിയും അതേപോലെ ടിക്കായും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പൊറോട്ടയും ബീഫും എല്ലാം കൂടി എടുത്ത് വിളമ്പി വെച്ചാലും ഈ മീനിന് അതിൽ തൃപ്തി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കാരണം അതിൻ്റെ വാസസ്ഥലം എവിടെ? കടലാണ്. ആ കടലിലേക്ക് വിടണം. അവിടെയാണ് അതിൻ്റെ ഫ്രീഡം, അവിടെയാണ് അതിൻ്റെ ജീവിതം. ഇല്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആത്മാവ് വരുന്നത് എവിടെ? അതിൻ്റെ വാസസ്ഥലം എവിടെ? അള്ളാഹുവിലാണ്. അള്ളാഹുവിൽ നിന്നാണ് ഈ ആത്മാവ് വന്നിരിക്കുന്നത്. ഈ ആത്മാവ് ഇപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാ? അതിൻ്റെ വാസസ്ഥലമായ, ഉറവിടമായ, യഥാർത്ഥ അസ്തിത്വമായ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലാനാണ് ഈ ആത്മാവ് തുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവിൻ്റെ തുടിപ്പിനെ നമ്മൾ കാണാതെ നമുക്ക് ഈ സംതൃപ്തി ലഭിക്കാൻ വേണ്ടി നമ്മൾ എവിടെയെല്ലാം പോയി, എത്രയെല്ലാം പ്രദേശങ്ങൾ പോയിട്ട് ടൂറടിച്ചാലും കറങ്ങിയാലും നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു കനൽ അത് കെട്ടടങ്ങാൻ പോകുന്നില്ല, അല്ലേ? നമ്മൾ അള്ളാഹു ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചു. ഈ കരാറിനെ നമ്മൾ മറന്നു. ഇനി ഓർക്കുന്നത്, മിക്ക ആൾക്കാരും ഇത് ഓർക്കുന്നത് എപ്പോഴോ? മരിച്ച് ഖബറിനകത്ത് കിടക്കുമ്പോൾ മോളിൽ നിന്ന് മുക്രിക്കായോ ഖത്തീബ് ആരെങ്കിലും പറയും, യാ അബ്ദുല്ലാ ഇബ്നു അമത്തില്ല ഉദ്കുറുൽ അഹദല്ലദീ ഖറജത മിന ദുനിയ. ഓ അള്ളാഹുവിൻ്റെ അടിമേ, നീ ഓർക്ക്, നീ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ ഇവിടെ നിന്ന് പുറപ്പെട്ടത്. ഇവൻ എന്ത് കരാറ് ചെയ്തു? ഇവൻ ആകെ അറിയാവുന്ന കരാറ് വീട് ലീസിനെടുക്കുമ്പോൾ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുമ്പോൾ ചെയ്തൊരു കരാറ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിന് ചെയ്ത കരാറ്, ഇങ്ങനെയൊക്കെ ചെയ്ത ബിൽഡിംഗ് നിർമ്മാണത്തിന് ഇങ്ങനെയൊക്കെ ചെയ്ത എന്തെങ്കിലും കരാറിൻ്റെ കാര്യം ഇവനറിയുള്ളൂ. അല്ലാതെ ഇപ്പോൾ വേറെ എന്ത് കരാറ് റബ്ബേ നമ്മൾ ഇവിടെ വെച്ച് ഇപ്പോൾ ചെയ്തത്? എന്ത് കരാറുണ്ട് ഇപ്പോൾ? ഇതാർക്കും അറിയില്ല. എന്നാൽ ഈ ഒരു മേഖലയിലേക്ക് തിരിയാൻ ശ്രമിക്കുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ ടാസ്ക്കാണ്. കാരണം ഇബ്ലീസ് അള്ളാഹുവിനോട് പറയുന്നത് എന്താ? ലഅഖൂദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, അവർക്ക് വേണ്ടി ഞാൻ സിറാത്തുൽ മുസ്തഖീമിൽ കാത്തിരിക്കുമെന്നാണ്. നമ്മളെ വിഷയവും സിറാത്തുൽ മുസ്തഖീമാണ്. സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കുന്നവനോടാണ് ഇബ്ലീസിന് യുദ്ധം ചെയ്യാനുള്ളത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന അള്ളാഹുവിലേക്കുള്ള മാർഗം. ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ അള്ളാഹുവിലേക്ക് എത്തിപ്പെടും. അപ്പോൾ അവിടെയാണ് ഇബ്ലീസിന് പണി. ആ വഴിയിലേക്ക് തിരിയാത്ത ഒരുത്തനോട് ഇബ്ലീസിന് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവൻ ഓൾറെഡി ലക്ഷ്യം പിഴച്ചിട്ടാണ് ഉള്ളത്. പിന്നെ അവനോട് പിന്നെയും പോയി യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അവനെ വീണ്ടും പിഴപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? പിഴച്ചവനെ വീണ്ടും പിഴപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അള്ളാഹു തന്നെ ഖുദ്സിയ ഹദീസിലൂടെ പറയുന്നില്ലേ, നിങ്ങളെല്ലാവരും പിഴച്ചവരാണെന്ന്, അല്ലേ? യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, സ്നേഹത്തോടെ വാത്സല്യത്തോടെ വിളിച്ചുകൊണ്ട് അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. യാ ഇബാദി കുല്ലുക്കും ലാലിൻ, ഓ എൻ്റെ അടിമകളെ, നിങ്ങൾ മുഴുവനും പിഴച്ചിരിക്കുകയാണ്, പിഴച്ച വഴികളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, അള്ളാഹു ഹിദായത്തിലാക്കിയവർ ഒഴികെ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ഞാൻ ഹിദായത്ത് തരാൻ ഞാൻ തയ്യാറാണ്, നിങ്ങൾ എന്നോട് ഹിദായത്ത് തേടിക്കോ, ഞാൻ ഹിദായത്ത് തരാം എന്ന് അള്ളാഹു പറയുന്നു. നമ്മളത് തേടുകയും ചെയ്യുന്നു. എന്നാൽ തേടിയാൽ മാത്രം മതിയോ? ഭക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ്. അള്ളാഹുവെ നീ ഞങ്ങൾക്ക് ഭക്ഷണം തരണേന്ന് പറഞ്ഞ് തേടിയാൽ മാത്രം മതിയോ? ഇല്ല, അതിനുള്ള മാർഗം നമ്മൾ അന്വേഷിക്കണം. നമ്മുടേതായ അധ്വാനങ്ങളുണ്ട്, ഈ അധ്വാനം നമ്മൾ അധ്വാനിക്കണം എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിനോട് ചെയ്ത ആ കരാറിനെ പുതുക്കാൻ വേണ്ടിയും ആ കരാറിലൂടെ അള്ളാഹുവിലേക്ക്, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനും വേണ്ടിയിട്ടാണ് ഈ ദുനിയാവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറഞ്ഞയക്കുന്നത്. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ അള്ളാഹു എന്നുള്ള ആ രണ്ട് ശബ്ദങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന മനുഷ്യൻ ആ ജീവിതം ചുരുങ്ങി ആ ജീവിതം മുഴുവനും അള്ളാഹുവിലായി നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യണം? അവൻ കഠിനമായി പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും വേണം. അള്ളാഹുവിനെ കാണാൻ നമുക്കിവിടെ വെച്ച് കഴിയണം. കാരണം അവിടെ വെച്ച് നമ്മൾ കരാറ് ചെയ്തത് എങ്ങനെ? ഖാലു ബലാ ഷഹീദിന, അതേ റബ്ബേ
ഞങ്ങൾ സാക്ഷികളാണ് എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് കരാറ് ചെയ്തത്. ഇവിടെ വെച്ച് ആ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിയണം, ഇല്ലേ? കലിമ ഷഹാദത്തിൻ്റെ ആ ഒരു രീതി തന്നെ എങ്ങനെയാണ്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു ഞാൻ സാക്ഷിയാണ്, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ മറ്റാരും ആരാധനക്ക് അർഹനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്താണ് സാക്ഷി എന്ന് പറഞ്ഞാൽ? വിശ്വസിക്കലാണോ, അറിയലാണോ, മനസ്സിലാക്കലാണോ? ഇതൊന്നും സാക്ഷിയല്ലല്ലോ. നമ്മൾ ഊഹിക്കുന്നതോ ഇതൊന്നും അല്ല. സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? കാണുക എന്നുള്ളതാണ്, അല്ലേ? അപ്പം ഞാൻ കാണുന്നു അള്ളാഹു ഏകനാണ് എന്നുള്ളതിനെ ഞാൻ കാണുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നുള്ളതിനെ ഞാൻ കാണുന്നു, എനിക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാലും പോരാ, എനിക്കത് കാണുന്നു എന്നുള്ള ആ ഒരു സാക്ഷ്യം വഹിക്കലിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ പോയി എത്തണം. എത്തിപ്പെടാനുള്ള അവസരം ഈ ദുനിയാവിൽ ഉള്ളത് കൊണ്ടാണല്ലോ അള്ളാഹു കലിമയെ അങ്ങനെ ഒരു രൂപത്തിൽ ചിട്ടപ്പെടുത്തി തന്നിട്ടുള്ളത്. കാരണം അതൊക്കെ നമുക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങൾ വഴി പിഴച്ചിരിക്കുകയാണ്. ആ പിഴച്ച വഴിയിൽ നിന്നും ശരിയായ വഴിയിലേക്ക് നിങ്ങൾ എത്തണം. ശരിയായ വഴി എന്ന് പറഞ്ഞാൽ ഷഹാദത്തിൻ്റെ വഴി, കലിമയുടെ വഴി, ആ കലിമയുടെ സാക്ഷാത്കാരത്തിൻ്റെ വഴി. അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യവും. ആ ഒരു പരിപൂർണതയിലേക്ക് എത്താനുള്ള ഒരു സിലബസ് ആണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ കൽപ്പനകൾ ശരിയായ രൂപത്തിൽ ശിരസാവഹിച്ചുകൊണ്ട് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയാൽ യഥാർത്ഥമായി ഈ സാക്ഷ്യം വഹിക്കലിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതിനുള്ള ആളുകൾ, അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്ത് പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് നിയോഗിച്ചത്. അല്ലെങ്കിൽ വെറുതെ മറ്റേ ഖുർആനും അങ്ങനെയുള്ള കിതാബുകൾ വെറുതെ അങ്ങോട്ട് ഇറക്കിയാൽ മതിയായിരുന്നു. ഈസാ നബിയുടെ സമൂഹത്തിനും മൂസാ നബിയുടെ സമൂഹത്തിനൊക്കെ ഭക്ഷണം ഇറക്കി കൊടുത്തതുപോലെ എല്ലാവർക്കും ഓരോരോ കിതാബ് അങ്ങോട്ട് ഇറക്കി തന്നാൽ മതിയായിരുന്നു. അങ്ങനെ ചെയ്യാതെ പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്തിനാ? അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ വേറെയൊക്കെ ഉണ്ട്. പക്ഷെ അതിലേക്കൊന്നും ഈ വീഡിയോയിലൂടെ കടന്നു പോയാൽ ഒരുപാട് ദീർഘിച്ചു പോകും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഇൻഷാ അല്ലാഹ് പിന്നീടുള്ള വീഡിയോകളിലൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രവാചകനെ നിയോഗിച്ചു. പ്രവാചകന്മാർക്ക് ശേഷം, അവരുടെ കാലശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഇനി പ്രവാചകന്മാർ വരാനില്ല. പിന്നെ ഇനി ആരാ ഉള്ളത്? ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് നിർവഹിക്കുന്നവർ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ, നബിതങ്ങളിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയ, എന്നെ പിന്തുടർന്ന ആളുകളും ഒരു വ്യക്തമായ ഉൾക്കാഴ്ചയുടെ മേലിലാണ് നിങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞ ആ നബിതങ്ങളെ പിൻപറ്റിയ, നബിതങ്ങളുടെ പിന്തലമുറക്കാർ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ, നബിതങ്ങൾ പറഞ്ഞ അനന്തരാവകാശികൾ, അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് പറഞ്ഞ മശായിഖന്മാർ, ഔലിയാക്കൾ, ആ ഔലിയാക്കളിൽ ഉന്നതന്മാരായിട്ടുള്ള ആളുകൾ, അവരോടാണ് അള്ളാഹുവിനോട് ചെയ്ത കരാർ ഇവിടെ വെച്ച് പുതുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഉത്തമന്മാരായിട്ടുള്ള ആളുകളോടാണ്. അവരോട് ആ കരാർ പുതുക്കുമ്പോൾ അവർ നമ്മളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്കാണ്. നമുക്ക് സ്വർഗത്തിനോടുള്ള താല്പര്യവും നരകത്തിനോടുള്ള ഭയവും ഇതിനെല്ലാം അതീതമായി അള്ളാഹുവിനെ ഭയക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിനെ ആഗ്രഹിക്കുക, അള്ളാഹു എന്നുള്ള പരിശുദ്ധമായ ആ സ്വർഗത്തിൻ്റെ അവകാശികളാക്കി മാറ്റുക. അതിനു വേണ്ടിയിട്ട് നമ്മളെ തർബീയത്ത് ചെയ്തെടുക്കുന്ന, പരിപാലിക്കുന്നവരാണ് ആ ഔലിയാക്കൾ. അവരിലൂടെ അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സിറാത്തുൽ മുസ്തഖീമിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് എന്താ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും അവരൊക്കെ സഞ്ചരിച്ച ആ വഴിയാണ് എന്തെന്ന് പറയുന്നത്? സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ പിന്തുടരുക എന്നുള്ളതാണ്. അതല്ലേ ഇപ്പോൾ മറ്റേ സ്വാലിഹീങ്ങളോടുള്ള സഹവാസം, സ്വാലിഹീങ്ങളോടൊപ്പം ഇരിക്കുക, അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകി ഫിഖ്ഹിൻ്റെ പണ്ഡിതന്മാർ പോലും നമ്മളെ പഠിപ്പിക്കാൻ കാരണം എന്താ? മശായിഖന്മാരെ ഫോളോ അപ്പ് ചെയ്യുന്നതും അവരോടൊപ്പം സഹവസിക്കുന്നതും അവരോടുള്ള സുഹബത്ത്, ഇതിനെ സംബന്ധിച്ചൊക്കെ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമിയങ്ങളടക്കം എല്ലാവരും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളാണ് ജനങ്ങളെ അതിനെ തൊട്ടൊക്കെ നിരുത്സാഹപ്പെടുത്തുന്നത്. അത് ഇബ്ലീസിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. ഇബ്ലീസ് മനുഷ്യന്മാരുടെയും മറ്റുള്ളവരുടെയൊക്കെ ഹൃദയത്തിനകത്ത് കയറിക്കൊണ്ട് ഈ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ജനങ്ങൾ വരുന്നതിനെ തടയും. കാരണം നേരത്തെ പറഞ്ഞല്ലോ, സിറാത്തുൽ മുസ്തഖീമിലാണ് ഇബ്ലീസിൻ്റെ ശ്രദ്ധ. ആ വഴിയിലേക്ക് ആരും വരരുത്. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഇബ്ലീസ് അവൻ്റെ കുതന്ത്രങ്ങളെല്ലാം പയറ്റി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കും. അങ്ങനെ നോക്കി അവിടെ ഒന്നും ഇവനെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്ന് കണ്ടാൽ ഇബ്ലീസ് പിന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും, ഇല്ലേ? ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട്, നേരിട്ട് കണ്ട്, യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രയാണമാണ് സിറാത്തുൽ മുസ്തഖീം. അവിടെ കേവലം വിശ്വാസങ്ങളോ അല്ലെങ്കിൽ കേവലം അറിവുകളുടെ അടിസ്ഥാനത്തിലുള്ള മുമ്പോട്ട് പോക്കല്ല. അത് വ്യക്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ വ്യക്തമായി അനുഭവിച്ച് എല്ലാ കാര്യങ്ങളിലും സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ്. അനുഭവങ്ങളെക്കാൾ വലുതെന്തുണ്ട്?
അനുഭവങ്ങളെക്കാൾ വലുത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അത് വേറെ വിഷയം. ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ നമ്മൾ പിന്നീട് പോകാം. ചിലപ്പോൾ നമ്മൾ അനുഭവങ്ങളെ തന്നെ നമ്മൾ തള്ളിപ്പറയും. അപ്പോൾ അനുഭവങ്ങളെക്കാളും വലുത് വേറെ ചിലതുണ്ട്. അതൊക്കെ കിട്ടണമെങ്കിൽ അതിൻ്റെ അഹിലുകാരിൽ നിന്നല്ലാതെ അതൊന്നും കിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അർഹരിൽ അത് അള്ളാഹു വഹബിയായി നൽകുന്ന, ഔദാര്യമായി നൽകുന്ന ആളുകളുടെ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.